ഹലോ, ഒന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ പിൻ ചട്നിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ, അതായത് ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്നത് 2 ചുവന്നുള്ളി ചേർക്കണം കേട്ടോ. ചുവന്നുള്ളി തന്നെ ചേർക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഒരു മുളക് നല്ല എരിവുള്ളതായിരിക്കണം, കാരണം ഈ ചട്നിക്ക് എരിവ് മുമ്പിൽ നിൽക്കണം. പിന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതൊരു ടേസ്റ്റിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ കുത്തില്ലാതിരിക്കാൻ നമ്മൾ കളറിന് ചേർക്കുന്ന സംഭവം ഇതിനകത്ത് ബീട്രൂട്ടാണ്. പിന്നെ കുറച്ച് നാടൻ കറിവേപ്പില. പിന്നെ ഈ കറിവേപ്പില ഇവിടെ നിന്ന് തന്നെ ഒടിച്ചാണ്. നിങ്ങൾ വിചാരിക്കേണ്ട അത് കേടൊന്നുമല്ല, ഇതിലിങ്ങനെ ഒരു കുത്തു വീണിട്ടുണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ ഉപ്പ് ചേർത്തു. പിന്നെ നമ്മൾ ഇതിന് ചേർക്കേണ്ടത് ഈ ബീട്രൂട്ടും ചെറിയ മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ നുള്ള പുളി, ഒരുപാട് അവരുടെ പുളി കുറഞ്ഞ ദോശ ഇഡ്ഡലിയാണ് ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ചിലർക്ക് ഭയങ്കര പുളിയായിരിക്കും ദോശയ്ക്ക്, അപ്പോൾ നിങ്ങൾ പുളി ചേർക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്നി ഇതവിടെ അരച്ച് കഴിഞ്ഞു. വേറെ ഒന്നും ചേർക്കുന്നില്ല. താളിക്കുന്നവർക്ക് വേണമെങ്കിൽ കടുക് വറുത്തിടേണ്ടവർക്ക് വേണമെങ്കിൽ ഇടാം. ഞാൻ കട്ടി ചട്നി ആയിട്ടാണ് ഇട്ടത്. അപ്പോൾ കൂടുതൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതാ അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി നോക്കിയല്ലേ? വളരെ എളുപ്പമല്ലേ? കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അതൊരു ഡയറ്റ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ചേച്ചീനെ ഒന്ന് ഓർക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരത് ചെയ്യുകയും വേണം. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.